ഒരു ചെറിയ മെഷീൻ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ദിവസം ഒരു 1000 രൂപ മുതൽ 5000 രൂപ വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടീഷർട്ട് പ്രിൻറ്റിങ് ബിസിനസ് എങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന നല്ല വരുമാനമുള്ള വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ട് പ്രിൻറ്റിങ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കൊരൊറ്റ മെഷീൻ മതി. ഒരു ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റൂം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയൊരു സൗകര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ബിസിനസ്സാണ്. ഇപ്പോൾ ഈ ബർത്ത്ഡേ, അതുപോലെ കപ്പിൾ ടീഷർട്ട്, ജിം വയർ, സ്കൂൾ പ്രോഗ്രാംസ്, യൂട്യൂബ് മേർച്ച്, എല്ലാ സ്ഥലത്തും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ടീഷർട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴിയൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള പ്രിൻറ്റിങ് ടീഷർട്ടുകൾ നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, പ്രിൻറ്റ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രസ് കോഡ് പരിപാടികൾക്ക്, അതുപോലെ ക്ലബിൻ്റെതാണെന്നുണ്ടെങ്കിലും പൊളിറ്റിക്സ് പരിപാടി എന്നാണെങ്കിലും മറ്റു പല പരിപാടികളും ഇപ്പോൾ ഈ പറഞ്ഞ സ്കൂൾ കോളേജ് പരിപാടികൾക്കൊക്കെ ഇതുപോലുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഈ ബിസിനസ്സിൽ മെയിൻലി 3 പ്രിൻറ്റിങ് മെത്തേഡാണ് ഉള്ളത്. മനസ്സിലായില്ലേ? 3 രീതിയിലാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ കഴിയുക. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ പ്രിൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിന് നമുക്ക് ബെസ്റ്റ് ഒരു സിംഗിൾ പ്രൈസ് ഓർഡർ ചെയ്യാൻ കഴിയുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. ബൾക്ക് ഓർഡേഴ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സ്കൂൾ, ക്ലബ്ബ്, അതേപോലെ തന്നെ കമ്പനി ഓർഡേഴ്സ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് സ്ക്രീൻ പ്രിൻറ്റിങ്. പിന്നെ DTF പ്രിൻറ്റിങ്, ഹൈ ക്വാളിറ്റി ഫുൾ കളർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഈ DTF പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് മെയിൻലി ഇതിൽ നമുക്ക് ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്കൊരു 10-60,000 രൂപയിൽ തുടങ്ങിയിട്ട് നമുക്കൊരു 1,00,000 രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന് വേണ്ട ഒരു എക്യുപ്മെൻറ്റ്സ്, ഒരുപാട് സംഭവങ്ങളൊന്നും നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നില്ല. ആകെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് പ്രസ് മെഷീൻ വരണം, അതേപോലെ വിനിൽ കട്ടർ വരണം, പ്ലെയിൻ ടീഷർട്ട് നമുക്ക് മേടിക്കണം. അത് പ്ലെയിൻ ടീഷർട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ബൾക്കായി എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ കഴിയും, നല്ല മാർജിനിട്ട് വിൽക്കാൻ കഴിയും. പിന്നെ ഒരു ലാപ്ടോപ്പ് വേണം നമുക്ക്. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം. അതേപോലെ തന്നെ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ. അപ്പോൾ അതൊരാൾ ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കറിയും എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഇല്ല, നമുക്കത് പുറത്ത് കൊടുത്തൊരാൾ അറിയുന്ന ആളുകളെടുത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചെയ്യിപ്പിച്ച് പ്രിൻ്റ് എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു പ്ലെയിൻ ടീഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപ മുതൽ ഇപ്പോൾ 80 രൂപക്കൊക്കെ ഉണ്ട്. നമുക്ക് 120 രൂപ ഒരു ആവറേജ് പിടിച്ചോ. 120 രൂപക്ക് നമ്മൾ ടീഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലായോ, പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 160 രൂപയായിരിക്കും നമ്മൾ മൊത്തത്തിൽ അതിന് ചിലവാക്കിയ പൈസ. പക്ഷേ നമുക്ക് ആ ടീഷർട്ട് വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 300 രൂപ മുതൽ 600 രൂപ വരെയുള്ള എമൗണ്ടിൽ നമുക്ക് വിൽക്കാൻ പറ്റും. 299 മുതൽ 499 രൂപ വരെയുള്ള റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് സെല്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ മാർജിനുള്ള ഒരു സാധനം ഉണ്ടാകും. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ വാട്സപ്പ് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തൊട്ടടുത്തുള്ള ലോക്കൽ ബിസിനസ്സൊക്കെ ഒരുപാട് നമുക്ക് പിടിക്കാൻ പറ്റും. നമുക്ക് സ്റ്റാറ്റസും സ്റ്റോറീസും പോസ്റ്റും കാര്യങ്ങളൊക്കെ റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ലോക്കൽസ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് കാലക്രമേണ അത് ഇങ്ങനെ ഇടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മളിനി ഒരു വെയിറ്റ് ചെയ്യേണ്ട സംഭവമൊന്നുമില്ല. ഇപ്പോൾ അതിന് ഒരു പെർഫെക്റ്റ് ടൈമാണ്.
ഒരു ചെറുതായിട്ട് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ അത് ഗ്രോ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ടീഷർട്ട് പ്രിൻറ്റിങ് ബിസിനസ്സിൻ്റെ ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള കാര്യം സംശയമില്ല. കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങണം. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് സാധനം കേട്ടോ. കാരണം ഇപ്പോൾ നല്ലൊരു ട്രെൻഡിങ് ആണ്. ഷർട്ട് മാത്രമല്ല, നമുക്കറിയാം ഷർട്ടും അതുപോലെയുള്ള പല സംഭവങ്ങളും ഇപ്പോൾ പ്രിൻ്റഡാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും അതേപോലെ നല്ല മൂവ് ചെയ്യുന്നതും നല്ല മാർജിൻ കിട്ടുന്നതും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ടീഷർട്ട് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.